ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്? ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഹിന്ദി ബുക്ക് എടുത്തോ എല്ലാവരും? എടുത്തോ? ആസിയ, ആൻഡ്രോസ്, നിവേദ്യ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. കാണുന്നില്ലല്ലോ നിങ്ങളെ. ഓക്കെ, എന്താ നമ്മൾ പഠിച്ചത്? ഒന്നും കൂടെ വായിക്കാൻ തുടങ്ങാം നമുക്ക്. കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കണം കേട്ടോ. റെഡിയല്ലേ? അതെ, തുടങ്ങാം. ഫസ്റ്റ് പേജ് എടുത്തോ. പാട് ഏക്ക്, ഒന്നാമത്തെ ലെസൺ. അക്ഷരോം കാ ഉച്ചാരൺ. ശ്രദ്ധിച്ചിരിക്കണം, കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കണം. ഫസ്റ്റ് ലെറ്റർ ആ അല്ലേ? ആ സേ അനാർ. ആ സേ ആം. ഈ സേ ഇമലി. ഈ സേ ഈഖ്. ഊ സേ ഉല്ലു. ഊ സേ ഊൻ. ഇർ സേ ഋഷി. ए से एक तारा. आई से ऐनक. ओ से പഠിച്ചോ? ഓ പഠിച്ചോ നമ്മള്? ഇല്ല, ഓ പഠിക്കാൻ പോവാണ്. ഐ സേ ഐനക്ക് വരെ നന്നായിട്ട് വായിക്കാൻ പഠിച്ചവർ എത്ര പേരുണ്ട്? റൈസ് യുവർ ഹാൻഡ്. എല്ലാവർക്കും അറിയാം അല്ലേ? ഗുഡ്. ദേവാങ്കിന് അറിയില്ല? വായിക്കാൻ അറിയില്ല? ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരമാണ് ഇത്. ഏതാ അക്ഷരം? ഔ. ഔ ആണോ? നോ, ഓ. സോറി, ഓ. ഓ എങ്ങനെയാ ഓ എഴുതിയ നോക്കിയേ. ആന്ന് എഴുതിയിട്ട് അല്ലേ മുകളിൽ വരച്ചു. അതിന്റെ മുകളിൽ ഒരു ചെരിഞ്ഞൊരു വരയാണ് ഓ. ഏതാ അക്ഷരം? ഈ അക്ഷരം ഏതാ? ഓ. ഓ. ഓസേ. ഇതെന്താ പിക്ചറ്? ഓഖലി. ഓസേ ഓഖലി. എന്താ ഓഖലി എന്ന് പറഞ്ഞാല്? ഉരലല്ലേ, അരിയൊക്കെ ഇടിക്കുന്നേ. നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, ഇപ്പൊ മിക്സി അല്ലേ നമുക്കൊക്കെ. ഓഖലി. സേ ഓസേ ഓഖലി. ഓസേ ഓഖലി. once more. ഓസേ ഓഖലി. ഓക്കെ. എങ്ങനെയാ ഓഖലി എന്ന് എഴുതുന്നത് കണ്ടോ? നമ്മൾ അയിനക്ക് വരെ എഴുതിയില്ലേ നോട്ട് ബുക്കില്? നമ്മൾ എഴുതുന്നത് ഓഖലി. എഴുതി പഠിക്കണം. ഓഖലിയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. മോർട്ടാർ. ഓഖലി മോർട്ടാർ. ഓക്കെ. once more. ഓസേ ഓഖലി. ഓസേ ഓഖലി. ഓക്കെ, നെക്സ്റ്റ് നോക്കിയോ. ഔ. എങ്ങനെയാ ഔ എഴുതുന്നത്? ഓ എങ്ങനെയാ നമ്മൾ എഴുതാൻ പഠിച്ചത്? ആന്ന് എഴുതിട്ട് അതിന്റെ മുകളിൽ ഒരു വര അല്ലെ? അതേപോലെ ഔ എങ്ങനെയാ എഴുതുന്നത്? ആന്ന് എഴുതുക, മുകളിൽ 2 വരയുണ്ട് ഔവിന്. കണ്ടോ നിങ്ങള്? റഫ് ബുക്ക് ഉണ്ടോ അടുത്ത്? അല്ല ഹിന്ദി നോട്ട് ബുക്ക് ഉണ്ടോ? ഒന്ന് ഓ എഴുതാൻ പറ്റുമോ? ഓ. ഓസേ ഓഖലി എന്നുള്ളത് ഓ എഴുതിക്കേ ഹിന്ദി നോട്ട് ബുക്കില്. ഓ.
Open your 2-line copy and write. ഓ എങ്ങനെയാ ഓ എഴുതുന്നത്? ഫസ്റ്റ് ആ എഴുതുക, മുകളിൽ വരയ്ക്കുക, അതിന്റെ മുകളിൽ ചെരിഞ്ഞിട്ടൊരു വര വേണം. ഓ ഓ ഓ സേ ഓഖലി. ഓ സേ ഓഖലി. ഓഖലിന്റെ ഇംഗ്ലീഷ് വേർഡ് മോർട്ടാർ. ഓ സേ ഓഖലി. പറഞ്ഞുകൊണ്ട് എഴുതണം കേട്ടോ. ഒരു പ്രാവശ്യം എഴുതിയോ? ഫസ്റ്റ് ലൈനിൽ എഴുതിയോ? ഓ എഴുതുക, ഹൈഫൺ ഇടുക, ഓഖലി, അങ്ങനെയല്ലേ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്? അതുപോലെ ഒരു പ്രാവശ്യം എഴുതുക. ഓക്കെ, then close your പെൻസിൽ അവിടെ വെച്ചിട്ട് ക്ലോസ് യുവർ നോട്ട് ബുക്ക്. പെൻസിൽ അതിനകത്ത് വെച്ചിട്ട് ബുക്ക് ക്ലോസ് ചെയ്തേ. ഒരു പ്രാവശ്യം എഴുതിയില്ലേ? പെൻസിൽ ബുക്കിനകത്ത് വെച്ച് അടച്ചു വെക്കാം. ഓക്കെ, എന്താ പഠിച്ചത്? ഓ സേ ഓഖലി, ഓ സേ ഓഖലി. ഓക്കെ, നെക്സ്റ്റ് ഔ. ഏതാ അക്ഷരം? ഔ. ഔ എന്താ? ഔ. ഔ സേ ഔരത്. എന്താ? ഔ സേ ഔരത്ത്. ഒളപ്പിച്ചേ, ഔരത്. ഔ സേ ഔരത്. ഔ സേ ഔരത്. ഓ സേ ഓഖലി, ഔ സേ ഔരത്. കണ്ടോ? എന്താ ഔരത്ത് എന്ന് പറഞ്ഞാല്? വുമൺ അല്ലേ? വുമൺ എന്ന് പറഞ്ഞ ആരാ? അമ്മ അല്ലേ? വുമൺ എന്ന് പറഞ്ഞ സ്ത്രീ എന്നാ പറയാ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി? സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറയേ. നമുക്ക് ഇവിടെ വുമൺ എന്ന് പറഞ്ഞ സ്ത്രീ, അമ്മ എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ കേട്ടോ. ഔ സേ ഔരത്. ഓ സേ ഓഖലി. അഫ്രാസ് പി കെ. അഫ്രാസ് എഴുതിക്കൊണ്ടിരിക്കാതെ ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്ക്. ഓ സേ ഓഖലി, ഔ സേ ഔരത്. ഗുഡ് അലൻ, ഗുഡ്. ഒച്ചത്തിൽ വായിച്ച് പറയണം, പഠിക്കണം. റിച്ചാർഡ്, ഇർഷാദ്, ആൻഡ്രോസ്. മോളെ ഇരുട്ടാണല്ലോ, വെളിച്ചമില്ല. ആൻഡ്രോസേ, ഓക്കെ, കാണുന്നുണ്ട്. ഒന്നുകൂടി വായിക്കാം നമുക്ക്. ഓ സേ ഓഖലി, ഔ സേ ഔരത്. Once more. O say okhali, ഔ say ഔരത്. Okay, good. Take your first page. First page എടുത്തേ. Okay, തൊട്ട് വായിക്കണം, കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കണം. ആ സേ അനാർ, ആ സേ ആം, ഈ സേ ഇമലി, ഈ സേ ഈക്, ഈ സേ ഈക്, ഊ സേ ഉല്ലു, ഊ സേ ഉല്ലു, ഊ സേ ഊൻ, ഊ സേ ഊൻ, ഇർ സേ ഋഷി, ഇർ സേ ഋഷി, എ സേ ഏക് താര, എ സേ ഏക് താര, ഐ സേ ഐനത്, ഐ സേ ഐന, ഓ സേ ഓഖലി, ഓ സേ ഓഖലി, ഔ സേ ഔരത്. ഔ സേ ഔരത്. ഇന്ന് ഒരു അക്ഷരം കൂടെ പഠിക്കാം നമുക്ക്. ഒരക്ഷരം മാത്രമേ ഉള്ളൂ ബാക്കി. ഇനി
ഏതാ അക്ഷരം? ഏതാ അമ്മ? നോക്കിക്കേ. നിങ്ങളുടെ ബുക്കിലുണ്ടോ? യെസ് ഉണ്ട്. സേ അങ്കൂർ. സേ അങ്കൂർ. എന്താ അങ്കൂർ എന്ന് പറഞ്ഞാല്? മുന്തിരി. മുന്തിരി. ഗ്രേപ്സ് അല്ലേ? ഗ്രേപ്സ്. അങ്കൂർ. അങ്കൂർ. അങ്കൂർന്ന് ഗൂന്നുണ്ട് ട്ടോ. അങ്കൂർ. സേ അങ്കൂർ. ഓളഫിസേ അവിടുന്ന് ഒച്ചത്തിൽ പറഞ്ഞോ. സേ അങ്കൂർ. സേ അങ്കൂർ. ഓക്കേ, വൺസ് മോർ. ഓ സേ ഓഖലി. സേ ഓഖലി. ഔ സേ ഔരത്. ഔ സേ ഔരത്. സേ അങ്കൂർ. സേ അങ്കൂർ. അത് കഴിഞ്ഞിട്ട് ഒരക്ഷരം കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. കഴിഞ്ഞാൽ അടുത്ത അക്ഷരം ഏതാ? അല്ലേ? എവിടെയാ കാണുന്നത്? താഴെ. ചേർത്തിട്ട് നമുക്ക് വേർഡ്സ് ഒന്നും എഴുതാനില്ല. അതുകൊണ്ട് അക്ഷരം മാത്രം നമ്മൾ പഠിക്കാം. കണ്ടോ? എഴുതിയിട്ട് 2 ഡോട്ട് ഇട്ടത് കണ്ടോ സൈഡില്? കണ്ടു. അമ്മ എങ്ങനെ എഴുതുവാ? എഴുതിയിട്ട് അതിന്റെ മുകളിൽ വരച്ചതിന് ശേഷമാണ് ഒരു ഡോട്ട് ഇടുന്നത് അല്ലേ? യെസ്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ചിരുന്നേ? ഓ സേ ഓഖലി. ഓ സേ ഓഖലി. ഔ സേ ഔരത്. ഔ സേ ഔരത്. സേ അങ്കൂർ. സേ അങ്കൂർ. Okay, once more say. First page, take your first page. Afras, listen here. Naila Sakir, Naila, listen. A say anar. A say anar. A say am. A say am. E say imali. E say imali. E say eek. E say eek. U say ullu. U say un. Ir say rashid. A say ektara. I say ainet. O say okali. Au say aurat. Say angur. അങ്കൂർ. കഴിഞ്ഞില്ലേ? നെക്സ്റ്റ് അടുത്ത അക്ഷരം ഏതാ? അല്ലേ? ഒന്നുകൂടെ വായിപ്പിക്കുവാണ്. ഞാൻ ഒരാളെ മാത്രം അൺമ്യൂട്ട് ചെയ്യാം. ഇഷിക രാജ്. ഇഷിക, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കണം. പ്ലീസ് അൺമ്യൂട്ട്. Okay. Listen. Say ana. Say am. E say imeli. E say eek. Okay. U say ullu. U say un. Ir say rishi. A say ektara. I say. യശികയ്ക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ടല്ലേ? Okay. Okay. O say okali നാട്ടോ മോളെ. ഓക്കലി. Okay, good, very good. ഇനി ആരാ? അഫ്രാസ്. അഫ്രാസിനെ കാണട്ടെ. അഫ്രാസ് PK. Please unmute. Afras.
Ase anan. Okay. Ase an. Hmm. Ise imeli. Hmm. Ise ik. Hmm. Use ullu. Hmm. Use Hmm. Rishi. Good. Ekatara. I say I. Hmm. O say. Ause. No. No. Afras. O say okali. Ose okali. Au say aurat. Ause aurat. Am say angur. Angur. നെക്സ്റ്റ് അക്ഷരം വായിക്കണം കേട്ടോ. അം കഴിഞ്ഞാല് ആ. ലാസ്റ്റ് അക്ഷരം ആ. ഓക്കെ. ജോബിൻ. പ്ലീസ് അൺമ്യൂട്ട്. വായിച്ചോ. Ase anas. Ase am. Ise meli. Ise ik. Use ullu. Use un. Rise rishi. Ese ekatara. Aise aina. Ose okali. Ause aurat. Amse angur. വെരി ഗുഡ്. ലാസ്റ്റ് ഒരു അക്ഷരം കൂടി ബാക്കിയുണ്ട്. ഏതാ അക്ഷരം? അം കഴിഞ്ഞാല് ആ. ആ വായിക്കണം കേട്ടോ. അക്ഷരങ്ങൾ വായിക്കുമ്പോ ആയി കൂടെ വായിക്കണം. ജോയൽ. വായിച്ചു. വായിക്കേ. ആസെ അനാർ. ആം. എവിടെ നോക്കിട്ടാ ജോയിന് വായിക്കുന്ന? ടെക്സ്റ്റ് ബുക്കിൽ കൈവിരലോണ്ട് തൊട്ട് വായിക്ക്. ബുക്കിൽ നോക്കടാ. ഈസേ ഇമലി. ഊസേ ഉല്ലു. ഋഷി. ekdara. ഓക്കെ. okali. ause aurat. amse angur. അമ്മ പഠിച്ചു. വെരി ഗുഡ്. നെക്സ്റ്റ് ജിയ റോസ്. എല്ലാവരും റെഡി ആയിരുന്നോ? എല്ലാവരോടും ചോദിക്കുന്നത്. ടൈം ഉണ്ട് നമുക്ക്. ജിയ പ്ലീസ് അഡ്മിറ്റ് ആവുന്നില്ല. ഓക്കെ ജിയ പറഞ്ഞോ. സ്പീഡ് പറയണം കേട്ടോ. Ase anar. ഓക്കെ. Ase am. Ise imeli. Ise ik. Use ullu. Use un. Use rishi. Ese ekdara. Aise ainek. Ose okeli. Ause aurat. Amse angur. ലാസ്റ്റത്തെ അക്ഷരം ആ കേട്ടോ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് അലൻ ജോസഫ് വായിക്കുന്ന ടീച്ചർ കേട്ടു കേട്ടോ. നേരത്തെ കേട്ടു. വെരി ഗുഡ് ആണ്. നസ മറിയം. ഇനി ആര് പറഞ്ഞു കേൾപ്പിക്കും ടീച്ചറിനെ? ഐഫുന. ഓക്കെ വരാം. ദേവർഷ മുഹമ്മദ്. ഐഫുന പ്ലീസ് അൺമ്യൂട്ട്. ഓ തൊട്ട് പറഞ്ഞാൽ മതി മോളെ. ഐഫുന ഓ തൊട്ട് ഇന്ന് പഠിച്ചത് മുതൽ പറഞ്ഞോ.
ഓ മുതല്. ഔര് അങ്കൂർ. ഓക്കെ ഗുഡ്. ഇനി ചോദിക്കുന്നവരൊക്കെ ഓ മുതൽ ഇന്ന് പഠിച്ചത് മുതൽ പറയണം കേട്ടോ. ഇനി ആരാ? അമൃത. അമൃത ഓസേ ഓക്കലി. No. Hadi Haidar, Hadi. 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 Okay. Hadi പറഞ്ഞോളൂ മോനെ. ഇന്ന് പഠിച്ചത് ഓസേ ഓക്കലി. ഓക്കെ. ഓക്കെ ഓക്കെ ഗുഡ്. ഓക്കെ വായിച്ചു പഠിക്കണം കേട്ടോ. ദേവാങ്. ദേവാങ് പ്ലീസ് അൺമ്യൂട്ട്. ദേവാങ് പറഞ്ഞോളൂ മോനെ. ഓസേ ഓക്കലി. ദേവാങ് പറയുന്നുണ്ടോ? ഓസേ ഓക്കലി. ദേവാങ് പറയുന്നുണ്ട്, കേൾക്കുന്നില്ല. അംസേ അങ്കൂർ പറയുന്ന കേൾക്കാൻ പറ്റുന്നില്ല. പറയുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി ആരായിരുന്നു? ആരാ പറയുന്നേ? ഇർഷാദ്. ഓക്കെ ഇർഷാദ്. ഇർഷാദ് എവിടെ? വേർ ഈസ് ഇർഷാദ്? ഓക്കെ പറഞ്ഞോളൂ മോനെ. അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്യേ ഇർഷാദ്. ഇനി എന്താ ഇർഷാദ് പോയോ? ഓസേ ഓക്കലി. ഔസേ ഔര്. അംസേ അങ്കൂർ. അതിന്റെ താഴെ ഒരു അക്ഷരം കൂടി ഉണ്ടല്ലോ. ഏതാ അക്ഷരം? ഓക്കെ ഗുഡ്. വെരി ഗുഡ്. ഓക്കെ ഓക്കെ. സാവിയോ. സാവിയോ. ഓക്കെ സാവിയോ. മോനെ ഓ മുതൽ പറഞ്ഞോ. ഓസേ ഓക്കലി. ഔസേ ഔര്. അങ്കൂർ. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ആൻഡ്രോസ്. ആൻഡ്രോസ്. ജോയൽ. ജോയൽ എവിടെയാണ് ശ്രദ്ധിക്കുന്നേ? ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കേ. ആൻഡ്രോസ് എവിടെ? വെർ ഈസ് ആൻഡ്രോസ്? ഓക്കെ പറഞ്ഞോളൂ. പറഞ്ഞോ. ഓസേ ഓക്കലി. പ്ലീസ് അൺമ്യൂട്ട്. ഓസേ ഓക്കലി.
Amse Angur. Very good. Amse Angur. Okay, okay. Very good. ഇനി ആരാണ്? ഇനി ആരാ പറയുന്നത്? ദേവർഷ, റയാൻ, ഏബൽ മാത്യു, കുറെ പേര് കൈപോയിരുത്തിട്ടുണ്ട്. നമുക്ക് ദേവർഷയോട് ചോദിക്കാം. Ose Angali. ഓഖലി, ഓഖലി. Aurat. ആടുന്നുണ്ട്. Amse Angur. Angur. ഓക്കെ, ഗുഡ്. ഒന്നുകൂടെ ടീച്ചർ പറഞ്ഞുതരാം. എല്ലാരും ബുക്ക് ശ്രദ്ധിച്ചേ. ഇനി ബാക്കിയുള്ളവരെ അടുത്ത പീരീഡ് വിളിക്കാം കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കോ. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ തൊട്ട് ഫസ്റ്റ് പേജ് എടുത്തോ. ആസെ അനാർ, ആസെ ആം, ഈസെ ഇമലി, ഈസെ ഈദ്, ഊസെ ഉല്ലു, ഊസെ ഊൻ, ഇർസെ ഋഷി, ഏസെ യക്താര, ഐസെ ഐന്, ഓസെ ഓഖലി, ഔസെ ഔരത്, അംസെ അങ്കൂർ. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? നോട്ട് ബുക്കില് ഓഖലി എന്ന് എഴുതിയിട്ടില്ലേ? ഉണ്ട്. നെക്സ്റ്റ് പേജ് എടുത്തേ. നെക്സ്റ്റ് പേജില് ഔന്ന് എഴുതണം. എന്താ? ഔരത്ത്. ഫസ്റ്റ് ലൈനില് ഔരത്ത് അമ്മയോട് എഴുതി തരാൻ പറയണം. ഫസ്റ്റ് ലൈനില്. എന്നിട്ട് നിങ്ങള് ആ പേജ് ഫുള്ള് എഴുതണം കേട്ടോ. ഒരു പേജ് ഫുള്ള് ഓസെ ഓഖലി എന്ന് എഴുതുക. നെക്സ്റ്റ് പേജില് ഔസെ ഔരത്ത് എന്ന് എഴുതുക. വൈകുന്നേരം വരെ സമയമില്ലേ നമുക്ക്? അത് കഴിഞ്ഞിട്ട് അംസെ അങ്കൂർ. ഒന്നിച്ച് എഴുതണ്ട കേട്ടോ, കുറച്ച് കുറച്ചായിട്ട് എഴുതുക. ഒരു പേജ് എഴുതണം. അംസെ അങ്കൂർ ഇത്രയും എഴുതണം. നമുക്ക് ഇന്ന് 3 pages ഉണ്ട് എഴുതാന് ട്ടാ. ആദിയ മോള് കേട്ടോ? ആദ്യ കേട്ടോ? എന്താ കേട്ടത്? എന്താ പറഞ്ഞത്? എങ്ങനെ എഴുതുക? ആദ്യം അക്ഷരം എഴുതുക, ഒരു ഹൈഫൺ ഇടുക, ആ വേർഡ് എഴുതുക. ഓ എഴുതുക, ഹൈഫൺ ഇടുക, ഓഖലി. ആ പേജ് ഫുൾ എഴുതി പഠിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജില് ഔസെ ഔരത്ത് അല്ലെ? ഔ എഴുതുക, ഹൈഫൺ ഇടുക, ഔരത്ത്. ആദ്യം എന്താ ചെയ്യണ്ടേ? അമ്മയോട് പറയാ ഫസ്റ്റ് ലൈനിൽ എഴുതി തരാൻ പറയണം കേട്ടോ. മുഴുവൻ അമ്മ എഴുതണ്ട, ബാക്കി നമ്മൾ എഴുതണം കേട്ടോ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് അംസെ അങ്കൂർ. ഒത്തിരി ആയല്ലോ ഇന്ന്, സാരമില്ല. ആഴ്ചയിൽ ഒരു ദിവസമല്ലേ ഉള്ളൂ നമുക്ക്. അമ്മ എഴുതുക, അങ്കൂർന്ന് എഴുതുക കേട്ടോ. 3 pages ഉണ്ട് എഴുതാൻ ഇന്ന് നോട്ട് ബുക്കിൽ. അടുത്ത പീരീഡ് നമുക്ക് അക്ഷരദീപം എടുക്കാം. ഇന്ന് വന്നവരെയൊക്കെ പേര് ഞാൻ വായിക്കട്ടെ. പേര് വിളിക്കാണ്. അടങ്ങി ഇരുന്നെവിടെ? ആദിത്യൻ, അഫ്രാസ്, മുഹമ്മദ് മുബ്ദാസ്, ആരവ്, സൽമാൻ, ദേവാങ്ക്, ഏബൽ, റയാൻ, ബിയോണ, അയാൻ, റിച്ചു, അധീന, അനുഗ്രഹ, റസീൻ, യൂസഫ്, ദീക്ഷിത്, അൻവിത, ദേവാനന്ദ് സിയൻ. ഓക്കെ. അമൃത, നൈല, ഷഹബറ, ആയുഷ്, മിഗ്ദാദ്, റസീൻ, അനാമിക, ആയിഷ, റിച്ചാർഡ്, ആൻഡ്രോസ്. ഇത്രേ ഉള്ളൂ അല്ലേ? ജിയ റോസ്. ഇനി ആരെങ്കിലും പേര് വിളിക്കാത്തവരുണ്ടോ? ഉണ്ട്. അലൻ ജോസഫ്, നസ മറിയം, ഹാദി, അമൻ, ഇർഷാദ്, ഇഷിക രാജ്, ജൽവ, നിയാദ, സാവിയോ, ഐഫൂന, ദേവർഷ, നിവേദ്യ, ആരവ്. ഓക്കെ. ഹാദിയ. ഇനി ആരുടെ പേര് വിളിക്കാത്തവരുണ്ടോ? ഇല്ല, എല്ലാവരുടെയും. ദേവർഷനെ വിളിച്ചോട്ടെ മോളെ. ദേവാങ്ക്. ഓക്കെ. അലയബൽ മാത്യു. ഓക്കെ. എല്ലാരെയും കണ്ടു. എന്താ ചെയ്യണ്ടേ? 2 ലൈൻ കോപ്പിൽ എല്ലാരും വായിച്ചു പഠിക്കണം കേട്ടോ. നന്നായിട്ട് വായിച്ചു പഠിക്കണം. നമുക്ക് ഒരു പീരീഡ് ഇവിടെ വരുന്നുണ്ടല്ലേ?
ആ പീരീഡ് നമുക്ക് ബാക്കി പഠിക്കാം. 3 pages 2 ലൈൻ കോപ്പിയുടെ 3 pages എഴുതാനുണ്ടെന്ന് കുറച്ചായിട്ട് എഴുതിയാൽ മതി കേട്ടോ, കൈ വേദനിക്കും അല്ലെങ്കിൽ. ആദ്യത്തെ പേജില് ഓ എഴുതുക, ഓയുടെ വേർഡ് എഴുതുക, എന്താ ഓക്കലി. നെക്സ്റ്റ് പേജില് ഔ ഔരത്, അങ്കൂർ, ഇത്രേ ഉള്ളൂ. ആ ചെയ്തിട്ടൊരു വാക്കൊന്നുമില്ല കേട്ടോ. മതിയല്ലേ പഠിച്ചത്? മടുത്താ? സാരമില്ല, അവിടെ ടൈം 3 മിനിറ്റേ ഉള്ളൂ നമുക്കിനി. എന്തെങ്കിലും പറയാനുണ്ടോ ടീച്ചറിനോട്? ഐഫൂന എന്താ മോളെ? ഇർഷാദേ, ഇർഷാദ് അക്ഷരങ്ങളൊക്കെ പഠിച്ചോ? ഹിന്ദി അക്ഷരങ്ങളൊക്കെ പഠിച്ചോ ഇർഷാദ്? ഇല്ല ടീച്ചർ എഴുതി അയക്കാട്ടോ, അതെ അയക്കാൻ വിട്ടുപോയി. ഇന്ന് നോക്കിട്ട് എഴുതി അയക്കാം. ഓക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം എഴുതി പോസ്റ്റ് ചെയ്താൽ മതി. ഞാൻ പോസ്റ്റ് ചെയ്യാം. അക്ഷരം ആദ്യം പഠിപ്പിക്കാൻ പറ്റിയില്ല. ഇന്നലെ ക്ലാസ് ഇന്നലെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ വേറെ സ്ഥലത്ത് പോയായിരുന്നു. അക്ഷരദീപത്തിൽ എഴുതിയാൽ തന്നെ നമ്മള് അക്ഷരദീപം ഉണ്ടല്ലോ, അക്ഷരദീപത്തിൽ എഴുതിയാൽ തന്നെ നമുക്ക് അക്ഷരങ്ങൾ ആയിക്കോളും. എഴുതി പഠിച്ചാൽ മതി അത്. ആയിക്കോട്ടെ. ഏതെങ്കിലും വായിക്കാൻ കിട്ടാത്തതുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, വായിക്കാത്തായല്ലോ നമുക്ക്. ബിയോണ എന്താ മോളെ പറഞ്ഞോളൂ. എന്താ ബിയോണ? ആ പേജ് ഫുള്ള് എഴുതണല്ലോ. ഫുള്ള് എഴുതണം. മടിയാണോ? അമ്മേനെ കൊണ്ട് ഫസ്റ്റ് ലൈൻ മാത്രം എഴുതിക്കാവൂ കേട്ടോ, ബാക്കി നമ്മൾ തന്നെ എഴുതണം. അല്ലെ അമ്മയെ പഠിക്കുള്ളൂ, നമ്മള് പഠിക്കില്ല. കുറച്ച് എഴുതിയാ മതി കേട്ടോ. Okay. Bye. See you next period.